സംഖ്യ അധ്യായം 27. പുത്രിമാരുടെ അവകാശം. ജോസഫിൻ്റെ മകൻ മനാസെ, അവൻ്റെ മകൻ മാഖീർ. മാഖീർ ഗിലെയാദിൻ്റെയും ഗിലെയാദ് ഹേഫറിൻ്റെയും പിതാക്കന്മാർ. ഹേഫറിൻ്റെ മകൻ സെലോഫഹാദ്. അവൻ്റെ പുത്രിമാരായ മഹല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവർ മുന്നോട്ട് വന്നു. അവർ സമാഗമ കൂടാരവാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലയാസറിൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. അവൻ കോർഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത്. അവന് പുത്രന്മാരില്ലായിരുന്നു. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നതെന്തിന്? അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക. മോശ അവരുടെ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു: സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്. അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഒരോഹരി അവർക്കും നൽകണം. അങ്ങനെ അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ. നീ ഇസ്രായേല്യരോട് ഇപ്രകാരം പറയണം: ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം. പുത്രിയുമില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം. സഹോദരന്മാരുമില്ലെങ്കിൽ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം. പിതൃ സഹോദരന്മാരുമില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം. കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും. ജോഷുവ മോശയുടെ പിൻഗാമി. അനന്തരം കർത്താവ് മോശയോട് അരുളി ചെയ്തു: അബാറിം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും. സിൻ മരുഭൂമിയിൽ കാദശിലെ മെരിബ ജലാശയത്തിനടുത്തു വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുൻപിൽ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എൻ്റെ കൽപ്പന ലംഘിച്ചു. മോശ കർത്താവിനോട് അപേക്ഷിച്ചു: അവിടുത്തെ ജനം ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ ആയിപ്പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവന്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു: നൂനിൻ്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവൻ്റെ മേൽ നിന്റെ കൈ വയ്ക്കുക. പുരോഹിതനായ എലയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ നിർത്തി അവർ കാണുകെ നീ അവനെ നിയോഗിക്കുക. ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക. അവൻ പുരോഹിതനായ എലയാസറിൻ്റെ മുൻപിൽ നിൽക്കണം. എലയാസർ അവന് വേണ്ടി ഉറയും വഴി കർത്താവിൻ്റെ തീരുമാനം അന്വേഷിച്ചറിയണം. ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷുവയുടെ നേതൃത്വത്തിന് വഴങ്ങണം. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവൻ ജോഷുവയെ വിളിച്ച് പുരോഹിതനായ എലയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപാകെ നിർത്തി അവൻ്റെ മേൽ കൈവച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു. സംഖ്യ അധ്യായം 28. ബലികളും ഉത്സവങ്ങളും. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക: എനിക്ക് ദഹനബലികളും സുരഭിലമായ ഭോജന ബലികളും യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവരോട് പറയണം: നിങ്ങൾ ദഹനബലിക്കായി 1 വയസ്സുള്ള ഊനമറ്റ 2 ആട്ടിൻകുട്ടികളെ അനുദിനം കർത്താവിന് അർപ്പിക്കണം. ഒന്നിന് രാവിലെയും മറ്റേതിന് വൈകുന്നേരവും ബലിയർപ്പിക്കണം. കൂടാതെ ധാന്യബലിയായി 1 ഹിന്നിൻ്റെ 4/1 ശുദ്ധമായ എണ്ണ ചേർത്ത് 1 ഏഫായുടെ 10/1 നേരിയ മാവ് അർപ്പിക്കണം. കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി സീനായി മലയിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട അനുദിനമുള്ള ദഹനബലിയാണിത്. അതോടൊപ്പം ഒരാട്ടിൻകുട്ടിക്ക് 1 ഹിന്നിൻ്റെ 4/1 എന്ന തോതിൽ പാനീയ ബലിയും അർപ്പിക്കണം. കർത്താവിനുള്ള പാനീയ ബലിയായി ലഹരിയുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ഒഴിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും ബലിയർപ്പിക്കണം. രാവിലത്തെ ധാന്യബലിയും അതിൻ്റെ പാനീയ ബലിയും പോലെ കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അതിനെ അർപ്പിക്കണം. സാബത്ത് ദിവസം 1 വയസ്സുള്ള ഊനമറ്റ 2 ആൺ ചെമ്മരിയാടുകളെയും ധാന്യബലിയായി 1 ഏഫായുടെ 10/2 എണ്ണ ചേർത്ത നേരിയ മാവും അതിൻ്റെ പാനീയ ബലിയും അർപ്പിക്കണം. അനുദിനമുള്ള ദഹനബലിയും അതിൻ്റെ പാനീയ ബലിയും കൂടാതെ സാബത്ത് തോറുമുള്ള ദഹനബലിയാണിത്. മാസാരംഭത്തിൽ നിങ്ങൾ കർത്താവിന് ദഹനബലിയായി 2 കാളകൾ, 1 മുട്ടാട്, 1 വയസ്സുള്ള ഊനമറ്റ 7 ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ ബലിയർപ്പിക്കണം. അതിനോടൊപ്പം ധാന്യബലിയായി കാളയൊന്നിന് 1 ഏഫായുടെ 10/3, മുട്ടാടിന് 10/2, ആട്ടിൻകുട്ടി ഒന്നിന് 10 നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത്.
അവയുടെ പാനീയ ബലി കാളയൊന്നിന് അരഹിൻ, മുട്ടാടിന് 1/3 ഹിൻ, ആട്ടിൻകുട്ടി ഒന്നിന് 1/4 ഹിൻ എന്ന തോതിലായിരിക്കണം. വർഷം തോറും ഓരോ മാസവും അർപ്പിക്കാനുള്ള ദഹനബലിയാണിത്. അനുദിന ദഹനബലിക്കും അതിൻ്റെ പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെ കർത്താവിന് അർപ്പിക്കണം. 1-ാം മാസം 14-ാം ദിവസം കർത്താവിൻ്റെ പെസഹ ആണ്. ആ മാസം 15-ാം ദിവസം ഉത്സവ ദിനമാണ്. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ആ ദിവസം ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിന് ദഹനബലിയായി 2 കാളക്കുട്ടികളെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള 7 ആട്ടിൻകുട്ടികളെയും അർപ്പിക്കണം. അവ ഊനമറ്റവയായിരിക്കണം. അവയുടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളയൊന്നിന് 1 ഏഫായുടെ 10-3, മുട്ടാടിന് 10-2, 7 ആട്ടിൻകുട്ടികളിൽ ഓരോന്നിനും 10-1 എന്ന തോതിൽ അർപ്പിക്കണം. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പരിഹാരമനുഷ്ഠിക്കുന്നതിന് 1 കോലാട്ടിൻ മുട്ടനെ പാപപരിഹാര ബലിയായും അർപ്പിക്കണം. പ്രഭാതത്തിലെ അനുദിന ദഹനബലിക്ക് പുറമെ ഇവയെല്ലാം നിങ്ങൾ അർപ്പിക്കണം. അതുപോലെ തന്നെ 7 ദിവസവും കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയോടുകൂടെ ധാന്യബലിയും അർപ്പിക്കണം. അത് അനുദിന ദഹനബലിക്കും അതിൻ്റെ പാനീയ ബലിക്കും പുറമേയാണ്. 7-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. വാരോത്സവത്തിൽ കർത്താവിന് നവധാന്യ ബലിയായി പ്രഥമ ഫലങ്ങൾ അർപ്പിക്കുന്ന ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി 2 കാളക്കുട്ടികളെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള 7 ആൺ ചെമ്മരിയാടുകളെയും അർപ്പിക്കണം. അവയുടെ കൂടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളക്കുട്ടി ഒന്നിന് 1 ഏഫായുടെ 10-3, മുട്ടാടിന് 10-2, ആട്ടിൻകുട്ടി ഒന്നിന് 10-1 എന്ന തോതിൽ അർപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നതിന് 1 കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അവയുടെ ധാന്യബലിക്കും പുറമെ ഇവയും ഇവയുടെ പാനീയ ബലിയും നിങ്ങൾ അർപ്പിക്കണം. അവ ഊനമറ്റവയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.